സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു പുതിയൊരു പദ്ധതി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു സ്ത്രീ സുരക്ഷാ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക്, നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി അവർ ആവിഷ്കരിച്ചിട്ടുള്ളത്. എല്ലാ മാസവും അവർക്ക് ഒരു 1000 രൂപയായിരിക്കും ഈ ഒരു പദ്ധതി പ്രകാരം അവരുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അതുപോലെ തന്നെ വീട്ടമ്മ പെൻഷൻ സ്കീം എന്നൊക്കെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നത്. അത് വീട്ടിലുള്ള സ്ത്രീകൾക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ റേഷൻ കാർഡ്, അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ അർഹരായിട്ടുള്ളത്. അവർക്കാണ് ഈ ഒരു എമൗണ്ട് അക്കൗണ്ടിലോട്ട് എത്തുന്നത്. ഈ ഒരു നവംബർ മാസം മുതലായിരിക്കും ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിക്കുമെന്നൊരു രീതിയിലെ റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാർ തന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്. അതിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. ആ ഒരു ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം നിങ്ങൾക്ക് പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. പിന്നെ ചിലർക്കൊക്കെ ഈ ഒരു സ്ത്രീ സുരക്ഷ ഈ ഒരു പദ്ധതിയിലോട്ട് ആകാൻ വേണ്ടിയിട്ടുള്ളവർക്കൊക്കെ അവരുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു റേഷൻ കാർഡ്, അതായത് ഇപ്പോൾ മഞ്ഞ അതുപോലെ പിങ്ക് റേഷൻ കാർഡിലുള്ള അതിലുള്ള അംഗങ്ങളുള്ള സ്ത്രീകൾക്കായിരിക്കും ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ഈ ഒരു പദ്ധതിയിൽ അവർക്ക് അംഗങ്ങളാകാൻ കഴിയുമെന്നൊരു രീതിയിൽ മെസ്സേജ് ആയിരിക്കും വന്നിട്ടുള്ളത്. അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. എല്ലാ സ്ത്രീകൾക്കും കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഞാൻ പറഞ്ഞതുപോലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഈ ഒരു സർക്കാർ ഭരണത്തിൽ വരുന്ന ടൈമിൽ തന്നെ സ്ത്രീകൾക്ക് ഇതുപോലത്തെ ഒരു പെൻഷൻ കൊടുക്കുമെന്നൊരു രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ സർക്കാർ ആ ഒരു പദ്ധതി കൂടി ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. അതായത് സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ വീട്ടമ്മ പെൻഷൻ സ്കീം എന്നൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ പേര് വന്നിട്ടുള്ളത്. അവർക്ക് വീട്ടിലിരിക്കുന്ന ഈ ഒരു വീട്ടമ്മമാർക്ക് എല്ലാ മാസവും 1000 രൂപ എന്നൊരു പെൻഷൻ രീതിയിലായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുക. ഇവ സാധാരണ ഇപ്പോൾ മറ്റുള്ളവർ വാങ്ങുന്ന പെൻഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷൻ, അവർക്കൊക്കെ 2000 രൂപ എന്നൊരു രീതിയിൽ എമൗണ്ട് അക്കൗണ്ടിൽ എത്തുമ്പോൾ ഈ ഒരു സ്ത്രീ സുരക്ഷ ഈ ഒരു പദ്ധതിയിലുള്ളവർക്ക് 1000 രൂപയായിരിക്കും എല്ലാ മാസവും ഒരു പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടുന്നത്. റേഷൻ കാർഡ് മെയിനായിട്ടൊരു മാനദണ്ഡമാക്കിയിട്ടാണ് ഈ ഒരു ആനുകൂല്യം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ ഫോണിലോട്ട് ഈ ഒരു മെസ്സേജ് വന്നിരിക്കും. നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് നിങ്ങൾ അർഹരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു മെസ്സേജ് വന്നിരിക്കും. അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ പോയിട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അഥവാ ആ ഒരു മെസ്സേജ് വന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നോക്കേണ്ട പ്രശ്നമൊന്നുമില്ല. നിങ്ങളിപ്പോൾ മഞ്ഞ അതുപോലെ പിങ്ക് റേഷൻ കാർഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ പോയിട്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതിനുള്ള ഡേറ്റും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ മാസവും ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും. ഇതുവരെയും ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളും തുടങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിരിക്കും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൺലൈൻ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അക്ഷയ മുഖാന്തരമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ അറിയിപ്പുണ്ടാകുന്നതാകും. ആ ഒരു ഡേറ്റും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ അർഹത നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്കീമിലോട്ട് അവർ നിങ്ങളെ അംഗങ്ങളാക്കി മാറ്റുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മഞ്ഞ അതുപോലെ പിങ്ക് റേഷൻ കാർഡിലുള്ള സ്ത്രീകൾക്ക് മാത്രമായിരിക്കും അതിന് അർഹത ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ നിങ്ങളെ അർഹത പരിശോധിക്കുന്നത്. എന്നിട്ട് ആ ഒരു സ്ത്രീകൾക്കായിരിക്കും ഈ ഒരു 1000 രൂപ മാസം അക്കൗണ്ടിലോട്ട് എത്തിക്കുന്നത്. പിന്നെ ഈ ഒരു പദ്ധതിയിൽ മെയിനായിട്ടുള്ളൊരു മാനദണ്ഡം നിങ്ങളുടെ വയസ്സെന്ന് പറയുന്നത് 35 വയസ്സിനും അതുപോലെ 60 വയസ്സിനും ഇടയിലായിരിക്കണം. ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു എമൗണ്ട് കിട്ടുക. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ സ്കീമിലോട്ട് പോകും. അതുകൊണ്ട് 35നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കായിരിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്ത്രീകൾക്കാണ് ഈ ഒരു എമൗണ്ട് കിട്ടുക. അവർക്ക് ആ ഒരു വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കായതുകൊണ്ട് ഒരു ആദരവ് എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ കിട്ടുന്നത്. അതുപോലെ വേറെ ജോലിയും കാര്യങ്ങളും ചെയ്യുന്ന സ്ത്രീകൾക്കൊന്നും ഈ ഒരു എമൗണ്ട് കിട്ടുന്നതല്ല. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് അവരെല്ലാ അർഹതയും നോക്കിയിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ഈ ഒരു സ്കീമിലോട്ട് എടുക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമായിരിക്കും അവർ ഫോണിൽ മെസ്സേജ് അയക്കുന്നത്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഫോണിൽ മെസ്സേജ് അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ മാനദണ്ഡങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്.
അതുകൊണ്ട് തന്നെ വേറെ പ്രൈവറ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ ഒരു പെൻഷൻ കിട്ടണമെന്നില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ സ്ത്രീകൾക്കായിരിക്കും മുൻഗണന, അവർക്കായിരിക്കും ഈ ഒരു പെൻഷൻ തുക കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇനി എന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ട ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.